ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ, വിധി നീതിക്കയ്യോ ചെയ്യരുതേ. നിൻ സ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ. നിരന്തരമായി ദൈവത്തിന് സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടിരുന്നാൽ 1001 ഉരുക്കഴിയുന്ന മന്ത്രത്തേക്കാൾ ശക്തി കൊണ്ട് ഒരു ദൈവ പൈതലിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഒരു ഹല്ലേലൂയായ്ക്ക. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പിതാക്കന്മാർ പാടിയത് നിരന്തരമായി സ്തുതി സ്തോത്രയാഗങ്ങൾ ദൈവത്തിന് അർപ്പിച്ചു കൊണ്ടിരിക്കണമെന്ന്. ഈ അനിൽ കൂടിയിരിക്കുന്ന യാക്കോബായ പള്ളിയിൽ 1992 മുതൽ 95 വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ അവിടെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് അനിലിനോട് ചോദിക്കാം, അവിടെ കൂടി വന്ന ജാതി മത ഭേദമില്ലാതെ അനേക ആയിരങ്ങൾ അവിടെ കൂടി നിന്നു ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ശബ്ദത്തിൻ്റെ മധ്യത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നിട്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ നടക്കുന്നത് കാണുവാനിടയായിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരിൽ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അവർ എല്ലാം മറന്നു ദൈവത്തെ സ്തുതിച്ചത് കൊണ്ടാണ്. ഒരു വ്യക്തികളുടെയും വ്യക്തിപരമായ ശക്തി കൊണ്ടല്ല, ദൈവമക്കൾ നിരന്തരമായ ആരാധനയുടെ മധ്യത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ അവിടെ അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, വീര്യപ്രവർത്തികളുണ്ട്. ഇന്ന് സഭ അത് മറന്നു പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. പ്രിയമുള്ള ദൈവമക്കളെ, ഒന്ന് ഞാൻ പറയട്ടെ, ആമേൻ, ആധുനിക ലോകത്തിൻ്റെ മോഡേൺ തിയോളജി പലതിനെയും ആമേൻ ചാരം മൂടി മറച്ചു വെക്കുമ്പോൾ സത്യത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന ഒരു കാലം സമാഗതമായിരിക്കുന്നു. ഒരു കൂട്ടം കാട്ടുപ്രാക്കൾ പറന്നു വന്നു ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുന്ന ഒരു ദിവസം അനധിവിദൂരമല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. ഞാൻ രക്ഷിക്കപ്പെട്ടിറങ്ങിയ ആദ്യ കാലത്ത് ഞങ്ങളുടെ ദേശമെന്ന് പറയുന്നത് യാക്കോബായ അഥവാ സിറിയൻ ഓർത്തഡോക്സ് സഭ മാത്രം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ദേശമാണ്. ഹിന്ദുക്കളും യാക്കോബക്കാരും അല്ലാതെ അവിടെ മറ്റ് സഭാവിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രദറൻ സഭയിൽപ്പെട്ട ഏതാനും ചില കുടുംബങ്ങളും ഒരു സിലോൺ പെന്തക്കോസ്ത് മിഷൻ്റെ ഒരു പ്രവർത്തനവും മാത്രമുള്ള കാലഘട്ടത്തിൽ ഞാൻ പ്രവർത്തനത്തിനായി ഇറങ്ങിത്തിരിച്ചപ്പോൾ എൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ടായി, എങ്ങനെ ഈ ജനത്തോട് സുവിശേഷം പറയും, എങ്ങനെ ഈ ജനം രക്ഷിക്കപ്പെടണം. അപ്പോഴാണ് അന്ന് ഞാൻ പള്ളിയുടെ ആരാധനയ്ക്ക് പോയപ്പോൾ ഈ പാട്ട് എൻ്റെ ചിന്തയിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അപ്പോൾ ജനം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നാൽ ജനം വിടുവിക്കപ്പെടും. ഈ ജനം ദൈവത്തെ സ്തുതിക്കാൻ എന്തോ ഒരു മാർഗം. എന്നേക്കാൾ പ്രായമുള്ള ഒരു മോട്ടോർ സൈക്കിൾ എനിക്കുണ്ടായിരുന്നു. ആ മോട്ടോർ സൈക്കിളിൻ്റെ പെട്ടിയുടെ സൈഡിൽ ഞാൻ എഴുതി വെച്ചു, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ മോട്ടോർ സൈക്കിൾ കാണുന്നവരെല്ലാം പറയും, ജാതി മതഭേദമില്ലാതെ അതിൽ നോക്കി പറയും ഹല്ലേലൂയ. അത് പറഞ്ഞ് പിന്നെ ഇന്ന് ഞാൻ പോകുമ്പോൾ ആൾക്കാർ കളിയാക്കാൻ തുടങ്ങി, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയും ഹല്ലേലൂയ പോകുന്നുണ്ടാവും, ദൈവത്തിന് സ്തോത്രം. അത് ജാതി ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, യാക്കോബക്കാരില്ല, എല്ലാം പറയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ദേശത്ത് ജനം രക്ഷിക്കപ്പെടാൻ തുടങ്ങി. അവരറിയാതെ അവരിൽ നാവിൽ നിന്ന് എന്നെ കളിയാക്കിയായാലും ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞു തുടങ്ങിയപ്പോൾ ജനം അവിടെ രക്ഷിക്കപ്പെടാൻ തുടങ്ങി. ഇന്ന് ആ ദേശത്ത് 5-8 ആമേൻ പെന്തക്കോസ്ത് സഭകളുണ്ട്, ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ സഭയിൽ തന്നെ ഏകദേശം 10-30 ഫാമിലി ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നു കൂടിയിട്ടുണ്ട്, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇത് ഓർപ്പിച്ചത്, നാം മറന്നുപോയ ദൈവത്തിന് ശക്തി, ആമേൻ, നമ്മുടെ നാവിൽ നിന്ന് വരുന്ന സ്തുതി സ്തോത്രയാഗങ്ങൾ ദൈവത്തിന് പ്രസാദകരമായി തീരുമ്പോൾ ദൈവ സാന്നിധ്യം സഭയ്ക്കകത്ത് ഇറങ്ങി വരും. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ നിങ്ങളിൽ രോഗസൗഖ്യം കിട്ടും. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. ഇവിടെ ഇരിക്കുന്ന അനിലിൻ്റെ ചരിത്രം തന്നെ, അനിലിൻ്റെ സാക്ഷ്യം തന്നെ എത്ര വലുതാണ്. അവൻ്റെ മാതാവ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചിൽ വന്ന് കിഡ്നിക്ക് അസുഖമായി 3 പേർ ഹോസ്പിറ്റലായിരുന്നു, 2 പേരും മരിച്ചുപോയി. അവസാനം ഈ ആമേൻ സഹോദരി ചർച്ചിൽ വന്നിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടു പോയി അവരുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു, അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രോഗസൗഖ്യം കിട്ടിയത്. ദൈവം അനുവദിച്ചാൽ താമസിയാതെ അനിലിൻ്റെ അമ്മച്ചിയും കുടുംബമായി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവരുടെ സാക്ഷ്യം കേൾക്കാൻ കഴിയും. ഞാൻ പറഞ്ഞത്, ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്ന മനുഷ്യനല്ല, ദൈവമാണ്. എനിക്ക് വളരെ ചുരുങ്ങിയ സമയം അനുവദിച്ചിട്ടുള്ളൂ. എൻ്റെ സാക്ഷ്യം പറയണം, അതിനിടയ്ക്ക് ദൈവവചനത്തിൽ ശുശ്രൂഷിക്കണം. ഇതിനെല്ലാത്തിനും കൂടുതൽ സമയം വളരെ കുറവായതുകൊണ്ട് എൻ്റെ സാക്ഷ്യം
പറയാൻ ഞാനിവിടെ നിന്നാൽ ആരംഭം മുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പകൽക്കാലം മുഴുവനും ഇവിടെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ ഏറെ സാക്ഷ്യം പറയുന്നില്ല, ചുരുക്കം ചില വിഷയത്തിലൂടെ പറഞ്ഞു പോയി. എൻ്റെ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയോടിരിക്കണം. യെശയ്യാവിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ് ഇന്ന് നിങ്ങളുടെ ഓർമ്മയ്ക്കായി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം. യെശയ്യാവിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. ദൈവത്തിന് സ്തോത്രം. ഇടയ്ക്ക് വായിച്ച് സഹായിച്ചാൽ നന്നായിരിക്കും. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു, എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യെശയ്യാവിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ വേദപുസ്തകം എന്നാണ് അറിയപ്പെടുന്നത്. 66 പുസ്തകങ്ങളുള്ള വേദപുസ്തകത്തിൽ 66 അധ്യായങ്ങളുള്ള ഒരു വേദപുസ്തകമാണ് യെശയ്യാവിൻ്റെ പുസ്തകം എന്നുള്ളത്. ബിബ്ലിക്കൽ ന്യൂമറോളജിക്കൽ വാല്യൂ അനുസരിച്ച് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ഒരു മിറക്കിൾ കിടക്കുന്നുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 40-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യവും വേദപുസ്തകത്തിൽ 40-ാമത്തെ പുസ്തകമായ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യവും ഒരു വാക്യം തന്നെയാണ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, യെശയ്യാവിൻ്റെ പുസ്തകത്തിലെ 40-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യവും മത്തായിയുടെ സുവിശേഷം അഥവാ വേദപുസ്തകത്തിൽ 40-ാമത്തെ പുസ്തകമായ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യവും ഒരു വാക്യം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. അതുകൊണ്ട് തന്നെയാണ് പുസ്തകത്തിലെ വേദപുസ്തകമെന്ന് യെശയ്യാവിൻ്റെ പുസ്തകത്തെ പറയുവാൻ കാരണമായിരിക്കുന്നത്. അതിനകത്ത് മറ്റൊരു ന്യൂമറോളജിക്കൽ വാല്യൂ അനുസരിച്ച് മറ്റൊരു കാര്യം കൂടെ കിടക്കുന്നുണ്ട്. ഇവിടെ 3 കാണുന്നത്. ഒന്ന് 40-ന്റെ 3-ഉം മറ്റൊന്ന് 3-ന്റെ 3-ഉം. ദൈവത്തിന് സ്തോത്രം. ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേദപുസ്തകം യഥാർത്ഥത്തിൽ 66 പുസ്തകമുള്ള വേദപുസ്തകമാണ് യഥാർത്ഥത്തിൽ ശരിയെന്ന് തെളിയിക്കുവാൻ ഞാൻ ചില ന്യൂമറോളജിക്കൽ ചിന്താഗതികൾ കൊണ്ടുവരാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർപ്പിക്കട്ടെ, കൂട്ടത്തിൽ ഞാനൊരു തിയോളജിയൻ അല്ല, ഞാനൊരു തിയോളജിക്കൽ കോളേജിൽ പഠിച്ചയാളല്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ 25 വർഷം യാക്കോബായിലെ അച്ഛനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ പറഞ്ഞു കുന്നുമേലച്ചൻ്റെയും മറ്റും കൂടെ അന്ന് സ്നാനപ്പെട്ടതല്ല ഞാൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ സ്നാനപ്പെട്ടത് അവരോടൊപ്പമല്ല, എന്നാൽ അവരോടൊപ്പം പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ സാക്ഷ്യത്തോടനുബന്ധിച്ച് ഞാനത് പറയാം. ഇവിടെ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 38-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഒരു രാജാവിൻ്റെ കാവ്യത്തിൻ്റെ ഏരടികളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ അനർത്ഥം അഥവാ മരണം ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് പ്രവാചക വാക്യം കടന്നു വന്നപ്പോൾ താൻ തൻ്റെ മുഖം ഈ ഭിത്തിയിലേക്ക് തിരിഞ്ഞിട്ടും തനിക്ക് ആശ്രയിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ദൈവത്തോട് ഉറക്കെ കരഞ്ഞ് വിളിച്ചപ്പോൾ തനിക്ക് ലഭിച്ച വിടുതലിൻ്റെ പശ്ചാത്തലത്തിൽ താൻ പാടിയ പാട്ടിൻ്റെ ഈരടികളാണ് ഇവിടെ കുറിച്ചു വച്ചിരിക്കുന്നത്. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചും. ലോകത്തിൽ ഇന്ന് മനുഷ്യന് എന്തു കൊടുത്താൽ ഒരിറ്റ് സമാധാനം കിട്ടും. സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ പരക്കം പായുകയാണ്. എവിടെ കിട്ടും സമാധാനം? രക്ഷിക്കപ്പെട്ടിട്ട് സമാധാനം കിട്ടിയിട്ടുണ്ടോ? എന്നോട് പലരും ചോദിക്കാറുണ്ടോ, എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന സെൽഫോണിനകത്ത് കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ അയച്ച ഒരു ടെക്സ്റ്റ് മെസ്സേജ് കിടക്കുന്നത് ഇങ്ങനെയാണ്: അച്ഛാ, എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെയും കാരണം എന്താണ്, എൻ്റെ കുറവ് എന്താണെന്ന് അച്ഛൻ ദൈവത്തോട് ചോദിച്ച് എനിക്കൊന്ന് മറുപടി തരണമെന്ന് എഴുതിയിരിക്കുന്നത് മറ്റാരുമല്ല, ബോസ്റ്റണിലുള്ള കനാനായ സഭയിൽപ്പെട്ട ഒരു ശമ്മാസനാണ് എനിക്ക് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്താ ഏത് പ്രശ്നത്തിലും ഏത് വിഷയത്തിൽ വന്നാലും മനുഷ്യന് സമാധാനമില്ലാതെ നട്ടം തിരിയുകയാണ്. കർത്താവ് ലോകത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒന്ന് അതാണ്: എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചില്ലേ, എന്നിട്ട് എൻ്റെ സമാധാനമില്ല നട്ടം തിരിയുന്നത്. ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകിട്ട് രാത്രി 10 മണി മുതൽ 11 മണി വരെയും ഞാൻ ടെലഫോണിലൂടെ പ്രസംഗിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, എനിക്ക് അതുപോലെ സന്തോഷകരമായ ഒരു ശുശ്രൂഷ വേറെയില്ല. കാരണം എനിക്ക് ആരുടെയും മുഖം കണ്ട. ഇന്ന് പകൽക്കാൽ നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മുഖം എനിക്ക് കാണാം. എന്നാൽ ടെലഫോണിലൂടെ ഞാൻ പ്രസംഗിക്കുമ്പോൾ എനിക്ക് ആരുടെയും മുഖം കാണണ്ട. അവിടെ നടക്കുന്ന ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നൊക്കെയും എനിക്ക് വിളിച്ചു പറയാം. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. അത് കഴിയുമ്പോൾ, എൻ്റെ ശുശ്രൂഷ കഴിയുമ്പോൾ
ചിലരൊക്കെ എന്നെ വിളിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്നോട് പറയും. വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പെന്തക്കോസ്ത് സഭയിൽ നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളും പ്രശ്നങ്ങളുടെ മധ്യത്തിലൂടെ നട്ടം തിരിഞ്ഞ് ഓടുകയാണല്ലോ. എവിടെയാണ് ഇതിനൊരു പരിഹാരം എൻ്റെ യേശുവിൽ മാത്രമാണ്. അവിടുന്നല്ലാതെ മറ്റൊരിടത്തും പരിഹാരമില്ല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് മഹത്വം. യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യവും 7-ാം വാക്യവും നമുക്ക് വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യവും 7-ാം വാക്യവും. 5-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വായിക്കും മുമ്പ് ചിലപ്പോൾ ഞാൻ പറഞ്ഞിരിക്കും, അത് തന്നെ അങ്ങനെ തന്നെയല്ലേ എന്ന് ഒന്ന് നോക്കിയാൽ മതി. മനുഷ്യനിൽ ആശ്രയിച്ച് ആമേൻ ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്നവൻ ശപിക്കപ്പെട്ടവൻ. 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളൊക്കെ ഭാഗ്യവാന്മാരുടെ പട്ടികയിൽപ്പെട്ടതാണ്. വിശേഷിച്ച് കേരളത്തിലേക്ക് ചെന്ന് നോക്കിയാൽ അമേരിക്കയ്ക്ക് പോയിരിക്കുന്നവർ എത്ര ഭാഗ്യവാനാണ്. എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള എൻ്റെ കൂട്ടുകാർ പറയണം, ആമേൻ, ആ തെക്കാലത്ത് മത്തായി അച്ഛൻ എന്തൊരു ഭാഗ്യവാനാ. നമുക്കറിയാമല്ലോ എങ്ങനെ ജീവിച്ചതാണെന്ന്, എങ്ങനെ കഴിഞ്ഞതാണെന്ന്. ഇപ്പോൾ വല്ലപ്പോഴൊക്കെ വരുമ്പോൾ ആ വരവൊക്കെ ഒന്ന് കാണണം. എന്താണ് അമേരിക്കയിൽ പോയാൽ ഇതുപോലൊരു ഭാഗ്യമുണ്ടോ? ഞാനും ഒരിക്കൽ അങ്ങനെ ചിന്തിച്ചതാ. ഒന്ന് അവിടെ ചെന്ന് കിട്ടിയാൽ മതി. വന്നപ്പോഴല്ലേ മനസ്സിലായത് ഒന്നാമതൊരു കുരുക്ക കഴുത്തിട്ട് വീണിരിക്കുന്നെന്ന്. ഊരിക്കൊണ്ട് പോകാൻ നിവൃത്തിയില്ലാത്ത തരത്തിൽ ഒരു കുരുക്ക് വീണിരിക്കുകയാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. പെട്ടുപോയില്ലേ, പിടച്ചിട്ട് കാര്യമല്ലോ. ഇപ്പോൾ ആമേൻ ഭാഗ്യം പോയിട്ട് നിർഭാഗ്യവാനായി മാറിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് മഹത്വം. ദൈവജനമേ, എങ്കിലും ദൈവത്തിന് ഇതിലൊക്കെയും ഉദ്ദേശമുള്ളത് കൊണ്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ദൈവജനമേ, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. ഒരുവന് ആമേൻ അവൻ്റെ ജീവിതത്തിൽ അവൻ മരിച്ചു പോകും എന്ന പ്രവചന വാക്യമാണ് അവന് കിട്ടിയിരിക്കുന്നത്. സാധാരണക്കാരനല്ല. പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായ ആമേൻ യെശയ്യാവ് അവൻ്റെ അടുക്കൽ കടന്നു വന്നു. ആമേൻ പറഞ്ഞു, നീ മരിച്ചു പോകും. മരണത്തെ പേടിയില്ലാത്തവർ ചുരുക്കമല്ലേ? ഹല്ലേലൂയ. ഞാൻ മരണത്തെ കണ്ടവനാ. ആമേൻ. വയറിന് ചുറ്റും 3 കീറി മുറിക്കപ്പെട്ടവനായി നിങ്ങളുടെ അടുക്ക് നിൽക്കുന്ന ഞാൻ ഒരു മിറക്കിളാണ്. ഇന്ന് ഈ ലോകത്തിലുണ്ടാവേണ്ടവനല്ല. എന്നാൽ ഒന്നെനിക്കറിയാം, ജീവിതത്തിൽ ഈ ലോകത്തപ്പുറമായിട്ടുള്ള ജീവിതം പോലെ ഭാഗ്യമായ ഒരു ജീവിതമില്ല. ദൈവത്തിന് സ്തോത്രം. ഏറിയാൽ 70, പ്രയാസത്തോടെ 80 മാത്രമുള്ള ഈ ലോക ജീവിതത്തിൽ നാം എന്തിനെയൊക്കെയാണ് തേടി നടക്കുന്നത്? ഹിസ്കിയാവ് ആമേൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് തന്നെ മുഖം തിരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, യഹോവേ, ഞാൻ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദകരമായി ചെയ്തത് ഓർക്കണമേ. ഒറ്റ പ്രാർത്ഥനയുള്ളൂ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചില്ല. തലയും കുത്തിക്കിടന്ന് പ്രാർത്ഥിച്ചില്ല. ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ആമേൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഹിസ്കിയാവ് പറഞ്ഞു, യഹോവേ, ഞാൻ തിരുമുമ്പിൽ നടന്നു നിനക്ക് പ്രസാദകരമായി ചെയ്തതോ ഓർക്കണമേ. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ, ദുഃഖങ്ങളുടെ മധ്യത്തിൽ, വേദനകളുടെ മധ്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം ജീവനുള്ള ദൈവമാണെന്ന് നാം പറയുമ്പോൾ ആ ദൈവം എന്ത് നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത്? നിരന്തരമായി പ്രാർത്ഥിച്ചു, അനേക പ്രാർത്ഥനാ വീരന്മാർ പ്രാർത്ഥിച്ചു, അനേക ദൈവമക്കളോട് പറഞ്ഞു പ്രാർത്ഥിച്ചു, സഭ ഒന്നടങ്കം പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല. എന്താ ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ ഹിസ്കിയാവിന് ഒറ്റ വാക്കിൽ അന്ന് മറുപടിയുണ്ട്. യഹോവേ, ഞാൻ തിരുമുമ്പിൽ നടന്നു നിനക്ക് പ്രസാദകരമായി ചെയ്തോർക്കണമേ. ആമേൻ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 4 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ വാക്യത്തിൽ ഹിസ്കിയാവ് എന്താണ് ദൈവത്തിന് യഹോവയ്ക്ക് പ്രസാദകരമായി ചെയ്തിരിക്കുന്നെന്ന് വ്യക്തമായി എഴുതിയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ആമേൻ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 4 തുടങ്ങിയുള്ള വാക്യങ്ങൾ. ആമേൻ. ഹിസ്കിയാവ് തൻ്റെ പിതാവായ ദാവീദിനെ പോലെ യഹോവയ്ക്ക് പ്രസാദകരമായി
ചെയ്തു. അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹ സ്തംഭങ്ങളെ തകർത്തും അശേര പ്രതിഷ്ഠകളെ വെട്ടിനിറുക്കി മോശയുണ്ടാക്കി താമ്ര സർപ്പത്തെ തകർത്ത് കളഞ്ഞു. ദൈവജനമേ, ഓർമ്മിപ്പിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ വിഗ്രഹങ്ങൾ നശിപ്പിക്കാതെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം ആമേൻ തരികയില്ല. ഞാൻ ചോദിക്കാറുണ്ട്, എന്ത് അവകാശത്തില്ല ലോകത്തിൻ്റെ മോദങ്ങളുടെ പിന്നാലെ ഓടി നടന്നും ലോകത്തിന് മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിച്ച ആ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുവാൻ നിനക്ക് എന്ത് അവകാശമാ ഉള്ളത്? മൃശ്ചില്ല ധാതു ദർവാദി മൂർധ വീശ്വര ബുദ്ധയ ക്ലിശന്തി തപസ മൂഢ പരാം ശാന്തി നയാന്തിതേ. മൃതപ്രായമായ കല്ല്, മണ്ണ്, മരം മുതലായവയിൽ ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ക്ലേശം സഹിച്ച് തപസ്സനുഷ്ഠിക്കുന്ന മൂഢ, നീ ഉത്കൃഷ്ടമായ സമാധാനം പ്രാപിക്കുന്നില്ല. എവിടെയാണ് സമാധാനം? ദൈവജനമേ, ആർഷഭാരതത്തിൻ്റെ ഹൈന്ദവത്തിൽ പറയുകയാണ്, കല്ല്, മണ്ണ്, മരം മുതലായവയിൽ ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട്. അതിന് ഞങ്ങൾ പെന്തക്കോസ്തുകാരല്ല അച്ചോ, ഞങ്ങളൊരു ഫോട്ടോ പോലും ആരാധിക്കുന്നില്ല. ഒന്ന് ഞാൻ പറയട്ടെ, ദൈവത്തെ ആരാധിക്കുന്നതിൽ മാത്രമല്ല, നീ ലോകത്തിൽ ദൈവത്തെക്കാൾ അധികം എന്തിനെ സ്നേഹിക്കുന്നുവോ അതൊക്കെയും വിഗ്രഹമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. ഒരു കല്ല് മാത്രമല്ല വിഗ്രഹം. ഹല്ലേലൂയ. ആമേൻ. ലോകത്തിൽ ചില ഫോട്ടോ വെച്ച് ആരാധിക്കുന്ന മാത്രമല്ല വിഗ്രഹം. ദൈവത്തെ മറന്നിട്ട് ദൈവത്തെക്കാൾ അധികമായി എന്തിനെ സ്നേഹിക്കുന്നുവോ, ഒരു പക്ഷെ നിന്റെ ജോലിയായിരിക്കാം, ഒരു പക്ഷെ നിന്റെ ആരോഗ്യമായിരിക്കാം, ഒരു പക്ഷെ നിന്റെ കുടുംബമായിരിക്കാം, ഒരു പക്ഷെ നിന്റെ വാഹനമായിരിക്കാം, ഒരു പക്ഷെ നിന്റെ വീടായിരിക്കാം. നീ ദൈവത്തെക്കാൾ അധികം എന്തിനെ ആരാധിക്കുന്നുവോ, എന്തിനെ സ്നേഹിക്കുന്നുവോ അതൊക്കെ വിഗ്രഹമായിരിക്കുമ്പോൾ നീ സ്നേഹിക്കുന്ന, ലോകപ്രകാരം സ്നേഹിക്കുന്ന മറ്റു പലതിനെയും വിട്ടിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുകയും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരികയും, എത്ര ഭയാനകമായ രോഗബന്ധനമായപ്പോലും മരണകരമായ അവസ്ഥയായാൽ പോലും ആമേൻ, ദൈവം നിന്നെ വിടുവിക്കുകയും അവൻ്റെ അദൃശ്യകരം ഇന്ന് പകൽക്കാലം ഈ ആലയത്തിനകത്ത് കടന്നു വന്നു നിന്റെ ശിരസിന്മേൽ അവൻ്റെ രക്തത്താൽ നിന്നെ വീണ്ടെടുക്കുകയും ചെയ്യുമെന്ന് ഹല്ലേലൂയ ജീവിതത്തിന് അനുഭവം കൊണ്ട് പറയുവാൻ കഴിയും. ഊടാ ജഗാദല ബൗഡല സാര ഘടക സന്തലാര ബൗഡ. രക്തം ജയമെടുക്കട്ടെ. ഇന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ, നീ യഥാർത്ഥത്തിൽ നിന്റെ വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് കളയുന്നെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. എൻ്റെ പ്രിയമുള്ളവരെന്നോട് പിണങ്ങരുത്. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് അമേരിക്കയുള്ള എൻ്റെ പ്രിയ സഹോദരങ്ങൾ 70 വയസ്സും 80 വയസ്സായാലും എന്നെപ്പോലെ തലമുടി നരയ്ക്കാറില്ല. കാരണം അവർ നരയ്ക്കാറില്ല പാസ്റ്റർ അതിന് നാട്ടിൽ നിന്നുകൊണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. കാരണം എന്നറിയാമോ, അവർ നിത്യ യൗവനാന്നേ. എന്തിനാണെന്നറിയാമോ? ഞാൻ യൗവനക്കാരനെന്ന് അറിയിക്കണം. മാത്രമല്ല, ഇനി മേലാൽ പെൺപിള്ളേർ ചായം പൂശിയാൽ കുറ്റം പറയരുതേ. അവർ മുഖത്ത് ചായം പൂശും, നിങ്ങൾ തലേ ചായം പൂശും. ഇത് പറയുമ്പോൾ എന്നോട് ക്ഷമിക്കണം. ക്ഷമിച്ചില്ലെങ്കിലും പറയാൻ നിവൃത്തിയില്ല. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, സഹോദരന്മാരും സഹോദരിമാരും ആലയത്തിൽ വരുമ്പോൾ മനോഹരമായി അണിഞ്ഞൊരുങ്ങി വരണം. അതിലൊക്കെ എനിക്ക് സന്തോഷമാണ്. പക്ഷേ ആഭരണം ഉപയോഗിക്കാത്ത സഹോദരിമാർ നെറ്റിത്ത് ആമേൻ ആനയ്ക്ക് നെറ്റിപ്പട്ടം കിട്ടിയ പോലെ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഗിൽറ്റ് വെച്ച ചുരിദാർ ഇട്ടുകൊണ്ട് വരണ കാണുമ്പോൾ സങ്കടം തോന്നും കേട്ടോ. എന്തിനായത്? സൗന്ദര്യം എത്ര വലിയ കൂട്ടാമോ, നിൻ്റെ സൗന്ദര്യമാണ് നിനക്ക് വിഗ്രഹമെങ്കിൽ തകർത്ത് കളഞ്ഞാൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരികയുള്ളൂ. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. ദൈവജനമേ, ഹല്ലേലൂയ. എനിക്കേറെ പറയാനില്ല, ഏറെ സമയമില്ല. ഈ വിഷയത്തോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. യാക്കോബായ സുറിയാനി സഭയുടെ ഒരു പുരോഹിതനായി ഞാൻ ശുശ്രൂഷ ചെയ്തു പോന്നു. വളരെ ചെറുപ്പത്തിലെ 11ാമത്തെ വയസ്സിൽ ഞാൻ മദ്ബഹായിൽ ശുശ്രൂഷയ്ക്ക് കയറി. യാക്കോബായ സുറിയാനി സഭയല്ലാതെ വേറൊരു സഭയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ലായിരുന്നു. പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ, അധികമൊന്നും അറിയില്ല. ബ്രദറുകാർ യാതൊരു സാക്ഷ്യവുമില്ലാതെ ഞങ്ങളുടെ അടുക്ക് ജീവിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞ്, പക്ഷേ അതുകൊണ്ട് അവിടെ യാതൊരു വളർച്ചയില്ല. അവർക്ക് വേറൊരു പേരുണ്ട്, വേർപാടുകാരെന്നാ. അതിന് ഞാൻ പറയുന്ന വേര് വാടിപ്പോയവരെന്നാ. പിന്നെ വളരില്ല, വേര് വാടിപ്പോയ പിന്നെ വളരില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു ചുറ്റുപാടിൽ വളർന്നു വന്നു. യാക്കോബായ സുറിയാൻ സഭയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഞാൻ അധ്വാനിച്ചു, വളരെയേറെ അധ്വാനിച്ചു. 1977
ഇടുക്കി വാഴത്തോപ്പ് സെൻറ്റ് മേരീസ് പള്ളിയിൽ വെച്ച് ഞാൻ ശമ്മാശനായി. 1979 ഞാൻ വിവാഹം കഴിച്ചു. 80 ഞാൻ അച്ഛനായി. സഭയ്ക്ക് വേണ്ടി ഏറെ ഓടി സഭയിൽ ഏറെ സാക്ഷ്യമുള്ള ഒരു പുരോഹിതൻ തന്നെയായിരുന്നു ഞാൻ. ഇന്നും എന്നെ സഭയിൽ നിന്ന് മുടക്കിയിട്ടില്ല. എന്നെക്കുറിച്ച് അവർക്കിന്നും മതിപ്പ് മാത്രമേ ഉള്ളൂ. കാരണം സഭയ്ക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. 1984 ഒക്ടോബർ മാസം 25-ാം തീയതി എൻ്റെ കുടുംബവക ചാപ്പലിലെ പള്ളിയിലെ പെരുന്നാൾ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ അടിവയറിന് അസഹനീയമായൊരു വേദന തുടങ്ങി. സഹിക്കവയ്യാത്ത വേദന. എന്താണ് ഈ വേദനയെന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ വീട്ടിലെത്തി, ഒരു വിധത്തിൽ വീട്ടിൽ വന്നു. എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ മൂത്രമൊഴിച്ച് രക്തമായിരുന്നു. ഞാൻ അവിടെ നിന്ന് തന്നെ എൻ്റെ ഭാര്യ അടുത്ത ഡോക്ടറെ കൊണ്ടുപോയി. ഡോക്ടർ എന്നെ പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ പെയിൻ കില്ലർ തരാം, അല്ലാതെ വേറൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുകയില്ല. എത്രയും പെട്ടെന്ന് ഒരു നല്ല ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. ഒക്ടോബർ മാസം 26-ാം തീയതി രാവിലെ എന്നെ എറണാകുളത്തെ ലിസി ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടുത്തെ ഡോക്ടർ യൂറോളജി വിഭാഗത്തെ ഡോക്ടറായിരിക്കുന്ന ഡോക്ടർ ജോർജ് പി എബ്രഹാമിനെ കാണുവാനിടയായി. അദ്ദേഹം എൻ്റെ ഒരു സ്നേഹിതനാണ്. അദ്ദേഹം ഇടുക്കി സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ ഹൗസ് സർജൻസിക്ക് വന്നിരുന്ന ഡോക്ടറായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചൊരു മൂട്ടിൽ താമസിച്ചിട്ടുണ്ട്. ഒരച്ഛൻ്റെ മകനുമാണ്. ഈ അനിലിൻ്റെ അമ്മ അന്ന് അവിടുത്തെ നേഴ്സായിരുന്നു, ആ ഹോസ്പിറ്റൽ നേഴ്സായിരുന്നു. ഞാനന്ന് ആ ഹോസ്പിറ്റലിൻ്റെ ചുമതലയുമായിട്ട് അവിടെയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ അടുത്ത് പരിചയമുണ്ട്. ഈ ഒക്ടോബർ 26-ാം തീയതി രാവിലെ ഞാൻ എറണാകുളം ലിസി ആശുപത്രിയിൽ ചെന്നു. ഡോക്ടറെ കണ്ടു. ഡോക്ടർ എന്നെ പരിശോധിച്ച് എനിക്ക് IBP എക്സ്റേ എടുക്കാൻ തന്നു. എൻ്റെ ബ്ലഡ് കൾച്ചർ ചെയ്യാനും യൂറിൻ കൾച്ചർ ചെയ്യാനും പറഞ്ഞു. ഇതെല്ലാം ചെയ്തു. എന്നെ ഡോക്ടർ മുറിയിൽ നിന്ന് വിട്ടില്ല. മറ്റു ഡോക്ടർമാർ പരിശോധിപ്പിക്കുമ്പോഴും എന്നെ അവിടെ ഇരുത്തി. എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവിടുന്ന് പോകാൻ പറ്റില്ല, എത്രയും പെട്ടെന്നൊരു സർജറി ആവശ്യമാണ്, ഞാൻ വിടുകയില്ല, ഞാൻ വീട്ടിൽ വിവരം അറിയിച്ചോളാം എന്ന് പറഞ്ഞു. എന്നെ അവിടെ പിടിച്ചു കിടത്തി. ഡോക്ടർമാർ തീരുമാനിച്ചു. നവംബർ മാസം 2-ാം തീയതി എൻ്റെ ഓപ്പറേഷൻ നിശ്ചയിച്ചു. ഒക്ടോബർ മാസം 31-ാം തീയതി ഭാരതത്തിലെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു. നവംബർ 1-ാം തീയതി ഭാരതം മുഴുവനും സ്തംഭിച്ചിരിക്കുന്ന ദിവസം. എൻ്റെ മാതാപിതാക്കൾ കാൽനടയായി എറണാകുളത്ത് ആശുപത്രിയിലെത്തി. എനിക്കെൻ്റെ രോഗത്തിൻ്റെ ഗൗരവം മനസ്സിലായിരുന്നില്ല. എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും കാൽനടയായി എറണാകുളത്തെത്തിയപ്പോൾ എനിക്ക് സംശയമായി. എൻ്റെ മാതൃ സഹോദരൻ്റെ മകൻ വാഴത്തോപ്പ് സെൻറ്റ് മേരീസ് പള്ളി വികാരി, അദ്ദേഹം പോലീസ് ജീപ്പിൽ പോലീസ് അകമ്പടിയോടുകൂടി എറണാകുളത്ത് വന്നു. അദ്ദേഹത്തിന് ഇടുക്കിയുടെ പ്രദേശത്ത് സ്വാധീനമുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് പോലീസ് അകമ്പടിയോടുകൂടി എറണാകുളത്ത് വന്നു. എൻ്റെ മുറിയിൽ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴും എനിക്ക് സംശയമായി, ഇത്ര ഗൗരവത്തോടു കൂടി ഈ പ്രശ്നമുള്ളപ്പോൾ വരണമെങ്കിൽ എന്തോ കാര്യമായ വിഷയമുണ്ടല്ലോ. അന്ന് എൻ്റെ ജ്യേഷ്ഠൻ അച്ഛൻ അവിടെ വന്ന് കടന്നു പോകുന്ന സമയത്ത് ഡോക്ടർ മുറിയിലേക്ക് കയറി വന്നു. ഡോക്ടറെ കൂടി സംസാരിക്കുന്ന സംസാരം എൻ്റെ ചെവിയിൽ ഞാൻ കേട്ടു. നമ്മുടെ അച്ഛൻ്റെ കിഡ്നിക്ക് ഇടതുവശത്തെ കിഡ്നിക്ക് ട്യൂമറാണ്, അത് റിമൂവ് ചെയ്യണം, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വലതുവശത്തെ കിഡ്നിയുടെ സിറ്റുവേഷൻ പറയാൻ പറ്റൂ എന്ന് പറഞ്ഞു. ആ രാത്രി എനിക്ക് മനസ്സിലായി, എൻ്റെ മരണകാലം അടുത്തു. എൻ്റെ ആയുസ്സിൻ്റെ മധ്യാഹ്നത്തിൽ വെച്ച് ഈ ലോകത്തിൽ ഞാൻ മാറ്റപ്പെടും. എനിക്ക് സ്വസ്ഥതയില്ലാതെ ലിസി ആശുപത്രി 109 നമ്പർ റൂമിൽ ഞാൻ കടന്നു. എൻ്റെ മുന്നിൽ ഒരു ശൂന്യത മാത്രമേ ഉള്ളൂ. എന്താണ് എൻ്റെ ഭാവി? മരണത്തിനപ്പുറം ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ആ രാത്രി ഏകദേശം അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് ഞാൻ ലിസി ആശുപത്രി 109 നമ്പർ റൂമിൽ പടിഞ്ഞാട്ട് തലവെച്ച് വടക്കേ ഭിത്തിയോട് ചേർന്ന് വടക്കോട്ട് മുഖം തിരിഞ്ഞ് കടന്നു. ഞാൻ അല്പം പോലും ഉറങ്ങിയിട്ടില്ല. എൻ്റെ ഭാര്യയും എൻ്റെ മാതാവും എൻ്റെ മുറി കിടപ്പുണ്ട്. അല്പ സമയത്തിനകം എൻ്റെ വലത്ത് തോളിൽ ഒരു സ്പർശനം ഞാൻ അനുഭവിച്ചു. ആരോ വന്ന് എന്നെ സ്പർശിക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്നത് എൻ്റെ മാതാവായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയായിരിക്കാം. എൻ്റെ രോഗത്തിൻ്റെ ഗൗരവം അവർക്കറിയാം. പക്ഷെ ഞാൻ ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 10,000 സൂര്യനെ വെല്ലുന്ന പ്രകാശത്തിൻ്റെ മധ്യത്തിൽ അമേൻ എൻ്റെ പ്രിയൻ നിൽക്കുന്നു. എൻ്റെ വലത്ത് തോളിൽ അവൻ കരം വെച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ ഇപ്പം മരിക്കില്ല, നിന്നെനിക്ക് ആവശ്യമുണ്ട്. ആ രാത്രി എനിക്ക് മനസ്സിലായില്ല
ആ ദർശനം എനിക്ക് മനസ്സിലായില്ല. ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയാണ്, പക്ഷേ നിത്യതയെക്കുറിച്ചോ യേശു ക്രിസ്തു കടന്നു വരുന്നതിനെക്കുറിച്ചോ വ്യക്തമായ ധാരണയൊന്നുമില്ല. സെമിനാരിൽ പഠിച്ചു, കുർബാനയെല്ലാം പഠിച്ചു, ആരാധന നടത്തുന്നു, ആത്മാർത്ഥമായി ചെയ്യുന്നു എന്നുള്ളത് കവിഞ്ഞ് എനിക്കപ്പുറം ഒന്നും ചിന്തിക്കാൻ കഴിയില്ല. പക്ഷേ ആ ദർശനം ആ രാത്രി എന്നെ അസ്വസ്ഥമാക്കുക ചെയ്തത്. എനിക്ക് സ്വസ്ഥതയല്ല നൽകിയത്, ഒന്നുകൂടി എന്നെ അസ്വസ്ഥമാക്കി. അത് രാവിലെ എന്നെ തിയേറ്ററിൽ കൊണ്ടുപോയി എനിക്ക് അനസ്തേഷ്യ തന്നു. പിന്നെ എനിക്കൊന്നും അറിയില്ല. വൈകിട്ട് കൃത്യമായ സമയം പറയാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായി ഞാൻ മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ വയറിന് ചുറ്റും 3 സ്ഥലത്ത് കീറിയിട്ടുണ്ട്. എൻ്റെ കൈക്കും കാലും അനക്കാൻ വയ്യാതെ എൻ്റെ വയറിൻ്റെ അടുത്ത വശത്തുനിന്ന് ഒരു ഡ്രൈനേജ് ട്യൂബും പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്നെ മുറി കൊണ്ടുവന്ന് എന്നെ ബെഡൊക്കെ എടുത്തിട്ടുണ്ട്. വൈകിട്ട് ഡോക്ടർ വിസിറ്റിങ്ങിനായിട്ട് വന്നു. ഡോക്ടർ വന്ന് എൻ്റെ ബെഡേ കയറിയിരുന്നു. എൻ്റെ മുഖത്തേക്ക് നോക്കി സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് എൻ്റെ കയ്യിൽ വലത്ത് കയ്യെ പിടിച്ചുകൊണ്ട് കൈവെള്ള അദ്ദേഹത്തിൻ്റെ കൈ വെച്ചുകൊണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എനിക്ക് വേദനിക്കുന്നു, ഞാൻ മരിച്ചു പോവല്ലേ എന്ന് ചോദിച്ചു. ഡോക്ടർ കൈ വെച്ച് എൻ്റെ മുഖത്തേക്ക് വെച്ചു. ഞാൻ പറഞ്ഞു, അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ സർജറിയിൽ ഞാൻ മിറക്കിൾ കണ്ടു, ഒരത്ഭുതം കണ്ടു. അച്ഛൻ്റെ രോഗം എന്തെന്ന് അച്ഛൻ അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞു, മനസ്സിലായിരുന്നു. എന്നാൽ അച്ഛൻ്റെ രോഗം ഈ മെഡിക്കൽ സയൻസിൽ അച്ഛൻ്റെ ട്യൂമറാണ്. എന്നാൽ ഓപ്പൺ ചെയ്തപ്പോൾ അച്ഛൻ്റെ ഇടതുവശത്ത് 2 കിഡ്നി പ്രവർത്തിക്കുന്നുണ്ട്. വലതുവശത്തൊരു കിഡ്നി യാതൊരു കുഴപ്പമില്ലാതിരിക്കുന്നു. ഇടതുവശത്ത് ഇന്നും 2 കിഡ്നിയുള്ള വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. 2 കിഡ്നി പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയില്ല. ഓപ്പൺ ചെയ്തപ്പോൾ ഭംഗിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 2 കിഡ്നിയുണ്ട്. ഞാൻ വാവിട്ട് കരഞ്ഞു. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ നിങ്ങൾ എന്നെ മുറിച്ചു, എന്നാൽ ഇന്നലെ രാത്രി എന്നെ മുറിക്കാതെ എൻ്റെ ട്യൂമർ ബാധിച്ച് കിഡ്നി എടുത്ത് മാറ്റിയിട്ട് യഥാസ്ഥാനത്തൊരു കിഡ്നി വെച്ച് പിടിപ്പിച്ച് എനിക്കൊരു ദൈവമുണ്ട്. ആ സായാഹ്നത്തിൽ ഡോക്ടറിനോട് പറഞ്ഞു, അച്ഛന് കുട്ടികളില്ലായിരുന്നല്ലേ? ഇല്ലായിരുന്നു. അച്ഛന് വെരിക്കോസ് വെയിൻ ട്രബിൾ ഉണ്ടായിരുന്നു. ഞാൻ അതിനും സർജറി ചെയ്തു. പിന്നെ എനിക്ക് കൃപയാൽ 2 കുഞ്ഞുങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ രാത്രി എനിക്ക് മനസ്സിലായി ഞാനൊരു പാപിയാണെന്ന്. ഒരു സ്ക്രീനിൽ നിന്ന വണ്ണം എൻ്റെ പാപങ്ങളെ എൻ്റെ നേരെ കടന്നു വരാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് എൻ്റെ പാപത്തെ ഏറ്റു പറഞ്ഞു. എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് ബൈബിൾ വേണം. ആശുപത്രിയിലായിരുന്ന സമയം മുഴുവൻ ഞാൻ ആ ബൈബിൾ വായിച്ചു. വായിക്കും തോറും പുതിയ പുതിയ ആമേൻ അത്ഭുതങ്ങൾ ഈ വചനത്തിലൂടെ കാണാൻ തുടങ്ങി. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാൻ എൻ്റെ പള്ളിയിൽ പുൾപിറ്റുകൾ പ്രസംഗത്തിനായി. എൻ്റെ പ്രസംഗങ്ങളിൽ അനേകർ ആകർഷിക്കപ്പെടാൻ തുടങ്ങി. നാവെടുത്ത് 2 വാക്ക് പറയാൻ കഴിയാത്ത എൻ്റെ നാവിലൂടെ ദൈവത്തിൻ്റെ വചനങ്ങൾ എടുക്കുമ്പോൾ ഞാൻ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ദൈവമേ, എങ്ങനെ ഇത് എന്നോ ആഴത്തിൻ്റെ മർമ്മങ്ങളെ. ഞങ്ങളൊരു മെത്രാപ്പോലിത്ത എന്നോട് പറഞ്ഞു, അമേരിക്ക ഉണ്ടായിരുന്ന മെത്രാപ്പോലിത്ത എന്നോട് പറഞ്ഞു, ഇതൊന്ന് എഴുതി തന്നാൽ തീർച്ചയായും അച്ഛന് ഡോക്ടറേറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ വാലിൻ്റെ കുറവേ എനിക്കുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇതൊന്നുമില്ലാതെ ദൈവത്തിൻ്റെ കൃപ എനിക്ക് ധാരാളമായി നൽകി. ഞാൻ പോയ ദേശങ്ങളിലൊക്കെയും അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. ശുശ്രൂഷകൾ നടക്കുമ്പോൾ ശുശ്രൂഷകളുടെ മധ്യത്തിൽ ജനം പൊടുപൊട താഴെ വീഴാൻ തുടങ്ങി. എനിക്കറിയില്ല, ഞാൻ തൊടണ്ട, ഞാൻ കൈവെക്കണ്ട. ചിലർ പറഞ്ഞു ഉന്തിയിടുക, തള്ളിയിടുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ കൈവെക്കണ്ട. ദൈവത്തിന് സ്തോത്രം. കൂടി വരുന്ന ജനത്തിൻ്റെ ഇടയിൽ മിറക്കിൾസ് നടക്കാൻ തുടങ്ങി. ഇടുക്കി ഇവരുടെ ചർച്ചിൽ പോയി ശുശ്രൂഷ തുടങ്ങിയപ്പോൾ അവിടെ നിന്നും കോതമംഗലത്ത് നിന്നും തൊടുപുഴ നിന്നും സ്പെഷ്യൽ ബസ് പിടിച്ച് ആളുകൾ അവിടെ വരാൻ തുടങ്ങി. അവിടെ നടക്കുന്ന ശുശ്രൂഷയിൽ ഞാൻ പ്രസംഗിക്കും, ദൈവത്തിനുള്ള വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ നടക്കാൻ തുടങ്ങി. അനേക ഹിന്ദുക്കൾ വന്ന് ആമേൻ ദൈവത്തിന് സ്തോത്രം വിടുതൽ പ്രാപിച്ചു പോകാൻ തുടങ്ങി. 1994 ഗുഡ് ന്യൂസ് വീക്കിലിക്കകത്ത് ഇങ്ങനൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. 1993-94 കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകളെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന വ്യക്തി എന്ന് പറഞ്ഞ് എൻ്റെ പേരെന്നുണ്ട്. അന്ന് യാക്കോബായ അച്ഛൻ തന്നെയാണ്. എൻ്റെ പള്ളിയുടെ മദ്ബഹായ്ക്കകത്ത് കയറി പാസ്റ്റർമാർ പ്രസംഗിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പള്ളിയുടെ മദ്ബഹായ്ക്കകത്ത് കയറി എന്ന് പാസ്റ്റർമാർ പ്രസംഗിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ മഹത്വം. അവിടെ ഹിന്ദുക്കളും ജാതികളില്ല, ഒരു വിഭാഗവുമില്ലാതെ കടന്നു വന്നു ദൈവത്തെ ആരാധിച്ചു പോകുന്നു. രക്ഷിക്കപ്പെടുന്നവർക്ക് സ്നാനം കൊടുത്തു. 1 വർഷം കൊണ്ട്
264 ഹിന്ദുക്കൾക്ക് ഞാൻ സ്നാനം കൊടുത്തു. തെക്കേടത്തത്തിൻ്റെ മാസ് ഹിപ്നോട്ടിസം വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി ഹൈസ്കൂളിൽ പഠിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരോടി എൻ്റെ ആലയത്തിൽ കയറി വന്ന ബൈജു ഗോപാൽ എന്ന ചെറുപ്പക്കാരൻ, ഞാൻ ശുശ്രൂഷിക്കുന്ന എൻ്റെ ശുശ്രൂഷയുടെ വലത്തു ഭാഗത്ത് വന്നിരുന്നു. ശുശ്രൂഷ മധ്യത്തിൽ ദൈവജനം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്ന് വിറച്ചുകൊണ്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി. കൊച്ചു പയ്യനാ, വിറച്ചുകൊണ്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി, യേശു ഇവിടെയുണ്ട്, എൻ്റെ യേശുവിനെ ഞാൻ കണ്ടു. ഞാൻ ആ കൊച്ചനെ വിളിച്ചിട്ട് നീ ആരാ കണ്ടെന്ന് ചോദിച്ചു. ഞാൻ യേശുവിനെ കണ്ടു. നീ ആ നടുക്ക് നിന്നതിൻ്റെ കണ്ണ് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്, കാരണം ഇടത്തും വലത്തും കള്ളന്മാരുണ്ട്, നിൻ്റെ കണ്ണ് നടുക്ക് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു. ദൈവജനമേ, ഏതാണ്ട് 1-2 മാസം കഴിഞ്ഞപ്പോൾ ബൈജുവിനെയും ബൈജുവിൻ്റെ പിതാവിനെയും ബൈജുവിൻ്റെ മാതാവിനെയും ബൈജുവിൻ്റെ സഹോദരിയെയും സ്നാനം കൊടുക്കുവാൻ കർത്താവ് എനിക്കിടയായി. ബൈജുവിൻ്റെ സഹോദരൻ, മൂത്ത സഹോദരൻ മിലിറ്ററിയിലായിരുന്നു. അദ്ദേഹം മിലിറ്ററിയിൽ വന്ന് അവന് സ്നാനം കൊടുക്കുവാനിടയായി. ഇന്ന് ബൈജു ബാംഗ്ലൂർ ഒരു കോളേജിൻ്റെ സൈക്കോളജിക്കൽ പ്രൊഫസറായി ബൈജുവും ഭാര്യയും അവിടെ ജോലി ചെയ്യുന്നു. ഇന്നലെ ഞങ്ങൾ, അനിലിൻ്റെ കൂട്ടുകാരനാണ് ബൈജു, ഇന്നലെ ഞങ്ങൾ വിളിച്ച് സ്കൈപ്പിലൂടെ സംസാരിക്കാനിടയായി. അനേകർ യേശുക്രിസ്തുവിനെ കണ്ടെത്തുവാനിടയായി. ആ കാലഘട്ടത്തിൽ ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, യേശുവിൻ്റെ സ്നേഹം ലോകത്തിന് കൊടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ, അതുപോലെ കൊടുക്കാൻ തയ്യാറായാൽ ദൈവജനം രക്ഷിക്കപ്പെടും. പെന്തക്കോസ്തുകാരാണ് ഞങ്ങൾ, രക്ഷിക്കപ്പെട്ടവരാണ് ഞങ്ങൾ, വേർതിരിക്കപ്പെട്ടവരാണ് ഞങ്ങൾക്ക് ആരുമില്ല എന്നുള്ള ഭാവം താഴെ വെച്ചിട്ട് ഒന്ന് വിനയപ്പെട്ട് ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച യേശുവിൻ്റെ സ്നേഹം, ആ വിശ്വാസം യഥാർത്ഥമായി ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ ദൈവം ഇന്നും പ്രവർത്തിക്കുകയും ജനം രക്ഷിക്കപ്പെടുകയും ചെയ്യും. ഞങ്ങളുടെ ചർച്ചിലെ ഒരു ചെറുപ്പക്കാരൻ, പ്രസംഗിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എൻ്റെ കൊച്ചിൻ്റെ കയ്യിൽ ഒരു പുസ്തകം കൊടുത്തു. ക്രിസ്ത്യൻ എത്തീസ്റ്റ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിനകത്ത് ഒരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്: ഒരു വിശ്വാസി, ഒരു പെന്തക്കോസ്ത് വിശ്വാസികൾ ഒരു ആലയം വെച്ച് അവിടെ ആരാധന നടത്തിക്കൊണ്ടിരുന്നു. അതിനോടനുബന്ധിച്ച് ഒരു മദ്യഷാപ്പ് അതിനടുത്ത് വന്നു. ഈ പെന്തക്കോസ്ത് വിശ്വാസികൾ വെച്ച് ആരാധിക്കാൻ തുടങ്ങി. ഈ മദ്യഷാപ്പ് തകർന്നു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു ഒരു ദിവസം ഇടിവെട്ട് വന്ന മദ്യഷാപ്പ് കത്തിപ്പോയപ്പോൾ മദ്യഷാപ്പിൻ്റെ ഉടമ കൊണ്ട് കേസ് കൊടുത്ത് ഈ പെന്തക്കോസ്റ്റിലെ പാസ്റ്ററെല്ലാം വിളിച്ച് വിസ്തരിച്ചപ്പോൾ ഈ പാസ്റ്ററോട് ജഡ്ജി ചോദിച്ചു, ഇത് ശരിയാണോ, നിങ്ങൾ പ്രാർത്ഥിച്ചാണോ ഈ ഷാപ്പ് കത്തിപ്പോയെന്ന് ചോദിച്ചപ്പോൾ ഈ പാസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്നുള്ള ശരിയാ, പക്ഷെ അത് കത്തിപ്പോകുന്നുള്ള വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. ഉടനെ ഈ ജഡ്ജി ഈ പാസ്റ്ററുടെ മുഖത്ത് നോക്കി, ആ മദ്യഷാപ്പുകാരൻ്റെ മുഖത്ത് നോക്കി, നിങ്ങൾ ആരാ വിശ്വാസി എന്ന് ചോദിച്ചു. ഇന്ന് നമ്മുടെ വിശ്വാസം ഇത്രയ്ക്കേ ഉള്ളൂ. ദൈവജനമേ, ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, അമേരിക്കയിൽ ഇന്ന് വന്ന ഈ മ്ലേച്ഛതയ്ക്കെതിരെ, ഇന്ന് നടമാടുന്ന മ്ലേച്ഛതയ്ക്കെതിരെ ഞാൻ ശബ്ദമുയർത്തി പറയുന്നുണ്ട്. ചിലർ എന്നോട് പറഞ്ഞു, അച്ഛാ അങ്ങനെ പറയല്ലേ, ഇത് നിയമം. ഏത് നിയമം? ദൈവത്തിൻ്റെ നിയമത്തിന് കീഴേ ഉള്ളൂ. ധൈര്യമായി പറയാൻ കഴിയണം. ദൈവജനം ധൈര്യമായി പറയാൻ കഴിയണം. ആ കത്തോലിക്ക സഭ മാത്രമേ ഇന്ന് ഈ മ്ലേച്ഛതയ്ക്കെതിരെ ശബ്ദമുയർത്തി ഞാൻ കണ്ടിട്ടുള്ളൂ. എൻ്റെ പെന്തക്കോസ്തുകാരെ നാം എവിടെ പോയി? ഈ മ്ലേച്ഛതയ്ക്കെതിരെ ശബ്ദമുയർത്താൻ നിങ്ങൾ മറന്നുപോയോ? ആമേൻ. നിങ്ങളെ സൃഷ്ടിച്ച ദൈവമാണെങ്കിൽ ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ, അവൻ്റെ കരത്തിന് കീഴിൽ നിന്ന് വഹിക്കുകയില്ലേ? നിങ്ങളെ കാത്തുകൊള്ളുകയില്ലേ? ഹല്ലേലൂയ. സമയമില്ലല്ലോ. മുറിക്കകത്ത് അടച്ചിട്ട് വാതിക്കകത്തിട്ട് വെടിവെച്ചതിനിട്ട് അവിടെ എൻ്റെ ദൈവം എൻ്റെ പരിചയം എൻ്റെ ചരിത്രം പറയാൻ സമയമില്ല. ദൈവജനമേ, അവിടെ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടിറങ്ങി. 1990 ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞും ഞാൻ സഭയ്ക്കകത്ത് തന്നെ നിന്നു. സഭയിൽ തന്നെ ആ സമയത്താണ് നിങ്ങളൊക്കെ ഒരു പക്ഷേ അറിയപ്പെടുന്ന, ഒരു കാലത്ത് കുപ്രസിദ്ധനായിരുന്ന വെള്ളത്തൂവൽ സ്റ്റീഫൻ എന്ന് പറയുന്ന നക്സൽ പ്രവർത്തകനെ കണ്ടുമുട്ടുന്നതും സ്റ്റീഫൻ വിശ്വാസത്തിൽ വരുന്നതും അതൊക്കെ ചരിത്രത്തിൽ ഗുഡ് ന്യൂസ് വീക്കിലൊക്കെ വലിയ വാർത്തയായിരുന്ന കാര്യമാണ്. അതിനകത്ത് പറയുന്ന തെക്കർത്ഥത്തിനാണ് ഞാൻ. അവിടെ നിന്നും അമേരിക്ക വന്നു. 8 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പള്ളി നടത്തിക്കൊണ്ട് പോന്നപ്പോൾ, എനിക്ക് ചരിത്രങ്ങൾ ഒരുപാട് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കുക, നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് എന്നോട് ദൈവാത്മാവ് ഇടപെട്ടു, സഭ വിട്ടിറങ്ങണം, അതിലെ ആചാരങ്ങളും അനാചാരങ്ങളും വിട്ടിറങ്ങണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങും നോക്കിയില്ല, ആരുടെയും മുഖത്ത് നോക്കിയില്ല, അവിടെ നിന്ന് വിട്ടിറങ്ങി. ഇന്ന് റോക്കലൻഡ് IPS ചർച്ചിൽ പ്രിയ ചെറിയച്ചായനോടൊക്കെ കൂടെ അവിടെ നിന്ന് അതിലൊരു മെമ്പറായി ദൈവത്തെ ആരാധിച്ചു വരുന്നു. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. കൃപയാൽ ന്യൂയോർക്കിൽ 30-ൽ പരം പേർക്ക് സ്നാനം കൊടുക്കാൻ കർത്താവിനെ ഇടയാക്കി.
അതും യാക്കോബായ കത്തോലിക്ക CSI മാർത്തോമാ സഭകളിൽ നിന്നും. ആമേൻ. ഉന്നതന്മാരായ അച്ഛന്മാരുടെ ഭാര്യമാർ, അച്ഛന്മാരുടെ മക്കൾ, ദൈവത്തിന് സ്തോത്രം. ചെമ്മാസിൻ്റെ പെങ്ങൾ, താമസിയാതെ ഒരു ചെമ്മാസിന് ഞാൻ സ്നാനം കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ, കർത്താവിൻ്റെ അടുക്കൽ ഒന്ന് ഞാൻ അപേക്ഷിച്ചിട്ടുള്ളൂ. ദൈവമേ, എനിക്കൊരു സഭ വേണ്ട, എനിക്ക് അധികാരം വേണ്ട. എൻ്റെ കർത്താവിൻ്റെ മുഖത്ത് നോക്കി ഇറങ്ങി. നാട്ടിൽ എനിക്കൊരു വീട് ഇല്ല, എൻ്റെ വീട് പഴയ വീടാണ്. പക്ഷെ ഞാനവിടെ മനോഹരമായൊരു ചർച്ച് വെച്ചു. ദൈവത്തിന് സ്തോത്രം. വളരെ മനോഹരമായിട്ട് ഒരു സഭ അവിടെ പണിതു. ഞാൻ അമേരിക്കയിൽ ആരോടും പിരിച്ചില്ല. എൻ്റെ ചർച്ചുകാരൻ എനിക്ക് $10,000 തന്നു. അത് പാസ്റ്ററിനോട് ഞാൻ നാട്ടിൽ പോവാ, സഭയുടെ ഉദ്ഘാടനത്തിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ അച്ഛന് ചർച്ചിനുള്ള കാശ് തരുമെന്ന് പറഞ്ഞു. ഒരു $10,000 തന്നു. കാനഡയിൽ എൻ്റെ ഒരു കസിന് ഉണ്ട്, എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ മകനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ സഭ ഇന്ന് പണിതു വെച്ചു. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. പാസ്റ്റർ എഴുന്നേറ്റു. സമയം ഒരുപാട് മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവം നിങ്ങൾ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. അനിലിനെയും കുടുംബത്തെയും അവരോടൊരുമിച്ച് ഇവിടെ ആരാധനയായി പങ്കെടുത്ത് ഇടയാക്കിയല്ലോ. ദൈവം സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ സ്തോത്രം.